ഭയങ്കര സിമ്പിളായിട്ടൊരു ഓലൻ ഉണ്ടാക്കിയാലോ. സദ്യ ഓലനാണ്, അതായത് കുമ്പളങ്ങയും മൺപയറും ഇട്ടിട്ട് ഓലൻ. അപ്പോൾ ഇത് കുമ്പളങ്ങ മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഓലനും മുറിക്കണമെന്നറിയാം, അതുപോലെ മുറിക്കാന്ന് പറയണവർ മുറിക്കുക. ഞാൻ എൻ്റെ എളുപ്പത്തിനാണ് മുറിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ല, ഞാനും ഏട്ടനെ കഴിക്കുള്ളൂ. പിന്നെ ഇതൊരാളുടെ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയതാണ്, ഓലൻ കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിക്കാം. ഇതിൽ ജസ്റ്റ് കുമ്പളങ്ങയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ജസ്റ്റ് കുമ്പളങ്ങ വേവാൻ മാത്രം ഉപ്പിട്ടിട്ട് വേവിക്കുക. മഞ്ഞൾപ്പൊടി ഒന്നും ഓലനിടില്ല, ലേശം ഉപ്പിടുക. ഇതൊട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. അറിയാവുന്നവരും ഉണ്ടാവും. ഇതുപോലെ തന്നെ ആവണമെന്നില്ല ആക്കണത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് എല്ലാം ആക്കൽ. ഇനി അടച്ചു വയ്ക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി അടച്ചു വെച്ചിട്ടുണ്ട്, അടച്ചു വയ്ക്കാം. ഇനി അത് വേവട്ടെ. വൻപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. തലേദിവസം കുതിർക്കൊന്നും വേണ്ട, കുറച്ച് നേരം നമ്മളൊന്ന് വെള്ളത്തിൽ കുതിർത്താൽ മതി. അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടും. ചെറുപയറൊക്കെ പോലെ തന്നെ ഉണ്ടാവും, വെന്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഓലന് ആവശ്യമില്ല. ഇത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഓലൻ കുട്ടികൾ കഴിക്കില്ല എന്ന് പറഞ്ഞല്ല, പക്ഷെ വൻപയർ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് അവർക്ക് വേറെ കറിയാക്കും, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടേ, അങ്ങനത്തെ കറി ഇഷ്ടം. കുമ്പളങ്ങ വെന്തിട്ടുണ്ട്, അതങ്ങനെ പെട്ടെന്ന് വേവും. എന്താ പൊട്ടാൻ പറയും. ഇനി നമുക്ക് ആ വൻപയർ ഇതിലേക്ക് അങ്ങ് എടുത്തിടാം. വേവിച്ച് വെച്ചിരുന്ന വൻപയർ എന്തായാലും മിക്സാക്കാം. എന്നാൽ അല്ലാതെ കുമ്പളങ്ങ വേവിക്കാൻ കുറച്ച് വേണം, വൻപയറിലും കുറച്ച് വെള്ളം വേണം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് കുറച്ച് വെള്ളമാവുമല്ലോ, അത് അധികം വെള്ളം ഒഴിക്കേണ്ടതാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് ചൂടാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലാക്കിയിട്ട് ഒഴിക്കാം. ഇതൊരു പച്ചമുളക് ഇടുന്നുണ്ട്, അത് കുമ്പളങ്ങയുടെ കൂടെ ഇടുന്നതായിരുന്നു, ഞാൻ മറന്നു പോയത് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് കാരണം പച്ചമുളക് വേഗം ആയിക്കോളൂല്ലോ. അങ്ങനെ ഓലനിൽ ഇത് പഴം കുമ്പളങ്ങ കൊണ്ട് തിളച്ചില്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങാപ്പാലങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ, ഇതിന് ആവശ്യമുള്ള തേങ്ങാപ്പാൽ പെട്ടെന്ന് കിട്ടാനായിട്ട് 2 ടിപ്സ് ഉണ്ട്. ഒന്ന്, തേങ്ങ വെള്ളം ചേർത്തിട്ട്, വെള്ളം മാത്രം ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടടിച്ചിട്ട് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ തേങ്ങയിൽ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, എന്നിട്ട് അത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അരിച്ചിട്ട് ഇതിൽ ഒഴിക്കാം. പിന്നെ അധികം തിളയ്ക്കണ്ട, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അധികം തിളയ്ക്കണ്ടല്ലോ. അപ്പോൾ പച്ചവെള്ളം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ, ഒന്ന് ചൂടാവണമല്ലോ എന്തായാലും. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അത്ര സിമ്പിളാണ് ഓലൻ. പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം, നല്ല അതിൻ്റെ ടേസ്റ്റ്. ഓലനിൽ സാധാരണ ആരും കരിവേപ്പിലൊന്നും ഇടില്ല, വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇത്രേ ഉള്ളൂ. പച്ചമുളകും ഞാൻ ചൂടിലായിക്കോളും, കഴിക്കാനാകുമ്പോഴത്തേക്കാവും. പിന്നെ വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇത് പിന്നെ എത്ര കുറച്ചല്ലേ ആകുന്നുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ആക്കുകയാണെങ്കിൽ വേറൊരു ടിപ്സ് ഉണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ കുറേയൊക്കെ വേണ്ടല്ലോ. ഈ ദേഹണ്ണക്കാർ ചെയ്യുന്നൊരു ടിപ്സാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടിയപ്പപ്പൊടി തന്നെ എടുക്കണം. ഇത് ഓഫാക്കാട്ടോ, ഇടിയപ്പപ്പൊടി തന്നെ എടുക്കണം, പുട്ടുപൊടി എടുക്കരുത്. സ്മൂത്തായിട്ടുള്ള പൊടിയല്ലേ, അതുകൊണ്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം മിക്സാക്കിയിട്ട് ഇതിൽ ചേർത്താൽ നല്ല വൈറ്റ് കളറും കിട്ടും, കൊഴുപ്പും കിട്ടും. വെളിച്ചെണ്ണ ഒഴിച്ചു ഓഫാക്കിയിട്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമ്മുടെ സൂപ്പർ നാടൻ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാ, ഇതിന് കറക്റ്റ് വൈറ്റ് കളറൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വൈറ്റ് കളർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റൊക്കെ ഇടണം നിങ്ങളെങ്ങനെ ഓലൻ ഉണ്ടാക്കണേന്നൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.